ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂഫോറിയ എന്ന വെബ് സീരീസിന്റെ രണ്ടാമത്തെ സീസണിന്റെ 5ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ രാവിലെ തന്നെ തന്റെ അമ്മയുമൊത്ത് വഴക്കുണ്ടാക്കുന്ന റൂബിനെയാണ് കാണിക്കുന്നത്. റൂബിന്റെ അമ്മ അവൾ വീണ്ടും മയക്കുമരുന്നെല്ലാം ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞതും നേരെ റൂബിന്റെ അടുത്ത് ചെന്ന് ഈ കാര്യത്തെ പറ്റിയെല്ലാം തിരക്കുന്നു. എന്നാൽ റൂബാവട്ടെ തന്റെ സഹോദരിയായിരിക്കും ഈ കാര്യമെല്ലാം തന്റെ അമ്മയോട് പറഞ്ഞത് എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ തന്റെ സഹോദരിയുടെ അടുത്ത് ചെന്ന് അവളുമൊത്ത് വഴക്കുണ്ടാക്കാനായി നോക്കുന്നുണ്ടെങ്കിലും റൂബിന്റെ അമ്മ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയ ശേഷം അവളുടെ അടുത്ത് നീ എന്തിനാണ് വീണ്ടും ഇതെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് തിരക്കുന്നു. റൂമിന് തന്റെ അമ്മയുടെ മാറി മാറിയുള്ള ഈ ചോദ്യം ചെയ്യലുകൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്നതും അവൾ തന്റെ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് താൻ ഇതെല്ലാം ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് കയർക്കാൻ വേണ്ടിയെല്ലാം നോക്കുന്നു. എന്നാൽ റൂബിന്റെ അമ്മയാവട്ടെ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറല്ലാത്തത് കൊണ്ട് അവർ റൂബിന്റെ അടുത്ത് ബാത്റൂമിൽ പോയി ഡ്രഗ് ടെസ്റ്റ് നടത്തിയിട്ട് വരാൻ വേണ്ടി പറയുന്നു. ഇത് കേട്ടതും റൂബാവട്ടെ നേരത്തെ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള യൂറിന്റെ ബാക്കിയുള്ളത് കൊണ്ട് അതെല്ലാം ഇപ്പോൾ റെഡിയാക്കി വരാമെന്ന് പറഞ്ഞുകൊണ്ട് കപ്പും മേടിച്ച് നേരെ ബാത്റൂമിലേക്ക് പോകുന്നു. ഈ സമയം റൂബിന്റെ അമ്മ നിന്റെ സഹോദരിയല്ലെന്നും പകരം ജൂൾസ് ആണ് നീ മരുന്നെല്ലാം ഉപയോഗിക്കുന്ന കാര്യം തന്നെ വിളിച്ച് പറഞ്ഞതെന്ന് റൂബിന്റെ അടുത്ത് പറയുന്നു. ഇത് കേട്ട് ഷോക്കായ റൂം വേഗം തന്നെ തന്റെ റൂമിൽ ചെന്ന് മയക്കുമരുന്ന് നിറച്ചിട്ടുള്ള ആ സ്യൂട്ട് കേസ് ബാഗ് എടുക്കാനായി നോക്കുന്നു. ഈ സമയം താൻ വെച്ച സ്ഥലത്ത് ആ ബാഗ് കാണാതിരിക്കുന്നത് കണ്ടതും അവൾ വേഗം തന്നെ തന്റെ അമ്മയുടെ അടുത്ത് തനിക്ക് അത്യാവശ്യമായി പഠിക്കാൻ വേണ്ട ബുക്സ് എല്ലാം വെച്ചിരുന്ന ആ കറുത്ത സ്യൂട്ട് കേസ് എവിടെ പോയി എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും റൂബിന്റെ അമ്മ ആ ബാഗിന്റെ അകത്ത് എന്തായിരുന്നു എന്ന കാര്യമെല്ലാം തനിക്ക് നന്നായി അറിയാമായിരുന്നുവെന്നും അതുകൊണ്ട് സമയം കളയാതെ നമുക്ക് എത്രയും പെട്ടെന്ന് റീഹാബിലേക്ക് പോകാമെന്ന് റൂബിന്റെ അടുത്ത് പറയുന്നു. ഇവിടെയൊക്കെ ചെയ്ത് റൂബിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ജൂൾസിനെയും എലൈറ്റിനെയുമാണ് കാണിക്കുന്നത്. എലൈറ്റിനെ കണ്ടതും റൂബിന് അവന്റെ കയ്യിൽ നിന്നായിരിക്കും ജൂൾസിന് വിവരങ്ങളെല്ലാം കിട്ടിയത് എന്ന് മനസ്സിലായതും അവൾ അവന്റെ കോളറിനെല്ലാം പിടിച്ച് വഴക്കടിക്കാനായി നോക്കുന്നു. ഇത് കണ്ടതും ജൂൾസ് നീ വെറുതെ അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലെന്നും ഞങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് റൂബിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുന്നു. ഇവർ സീരിയസ് ആയിക്കൊണ്ട് ഈ കാര്യമെല്ലാം പറയുന്ന സമയവും റൂബിന്റെ മനസ്സിൽ ആ സ്യൂട്ട് കേസിനെ പറ്റിയുള്ള ചിന്തയായതുകൊണ്ട് അവൾ അവളുടെ അമ്മയുടെ അടുത്ത് ആ സ്യൂട്ട് കേസ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് തിരക്കുന്നു. എന്നാൽ റൂബിന്റെ അമ്മ താൻ അതിനുണ്ടായിരുന്ന മരുന്നെല്ലാം ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞതും റൂബിന്റെ മനസ്സിൽ അവൾക്ക് ഈ ബാഗെല്ലാം സപ്ലൈ ചെയ്തു തന്ന ലേഡിയുടെ മുഖം ഓർമ്മയിൽ വരുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയ റൂബിനെ ജൂൾസും എലൈറ്റും കൂടി നിർബന്ധപൂർവ്വം റൂബിനെ അവളുടെ അമ്മയുടെ കാറിൽ കയറ്റി നേരെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വിടുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ സിഗ്നൽ വെച്ച് കാർ നിർത്തിയതും റൂബിന് താനിപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ പോയാൽ പുറത്തിറങ്ങുന്ന സമയം ആ ലേഡി തന്നെ വെച്ചേക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൾ അമ്മ സിഗ്നലിൽ വെച്ച് കാർ നിർത്തിയതൊക്കെ നോക്കി കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. അവൾ നേരെ ലെക്സിയുടെ വീട്ടിലേക്ക് ഓടിച്ചതിനു ശേഷം അവളുടെ അടുത്ത് അവൾക്ക് ഇമ്മീഡിയറ്റ് ആയി വാഷ്റൂം യൂസ് ചെയ്യണമെന്ന് പറയുന്നു. ഈ സമയം അവളുടെ വീട്ടിലുണ്ടായിരുന്ന കാസിയും മാഡിയും എല്ലാം റൂബിനെ കണ്ട് നേരെ അവളുടെ അടുത്തേക്ക് വരുന്നു. റൂബ് അവരുടെ അടുത്ത് താൻ വാഷ്റൂം യൂസ് ചെയ്ത് വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വാഷ്റൂമിലേക്ക് പോകുന്ന സമയം റൂബിന്റെ അമ്മ അവളെ കണ്ടുപിടിച്ചുകൊണ്ട് നേരെ അവിടേക്ക് വരുന്നു. അമ്മ അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് റൂബിന്റെ അടുത്ത് തന്റെ കൂടെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വരാനായി പറയുന്നു. റൂബ് ഒരുവിധം തന്റെ അമ്മയെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ നോക്കുന്ന സമയം കാസി റൂബിന്റെ അടുത്ത് നീ ഇപ്പോ മയക്കുമരുന്നെല്ലാം ഉപയോഗിക്കുന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് റൂബിന്റെ അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. കാസിയുടെ ഈ സംസാരം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്ന റൂബാവട്ടെ മാഡിയുടെ മുമ്പിൽ വെച്ച് താൻ നെയ്റ്റിനെയും കാസിയെയും രാത്രിയിൽ ഒരുമിച്ച് നെയ്റ്റിന്റെ കാറിൽ കണ്ട കാര്യം എല്ലാവരും കേൾക്കെ തുറന്നു പറയുന്നു. ഇത് കേട്ടതും മാഡിക്ക് കാസി തന്നെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലായതും അവർക്കിടയിൽ ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നടക്കുന്നു. ഫൈറ്റിന്റെ സമയം എല്ലാവരുടെയും ശ്രദ്ധ മാറിയതൊക്കെ നോക്കി റൂം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. റൂം നേരെ ഫിസ്കോയുടെ വീട്ടിലേക്ക് വന്ന ശേഷം ബാത്റൂം യൂസ് ചെയ്യണം എന്ന രീതിയിൽ ഫിസ്കോയുടെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്നും കുറച്ച് മരുന്നെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ അവരുടെ കഷ്ടാടത്തിന് റൂമിലേക്ക് വന്ന ഫ്രാങ്കോ അവളെ കൈയോടെ പൊക്കിയ ശേഷം മരുന്നൊന്നും തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പുറത്താക്കി വാതിലടയ്ക്കുന്നു. റൂബിന് മയക്കുമരുന്ന് ഉപയോഗിക്കാതെ വളരെയധികം പരവേശമെല്ലാം തോന്നി തുടങ്ങിയതുകൊണ്ട് അവൾ ആ വീട്ടിൽ കയറി അവിടെ നിന്നും കുറച്ച് പൈസ എല്ലാം അടിച്ചു മാറ്റിയ ശേഷം അത് വെച്ച്
മരുന്നെല്ലാം പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനായി ആ വീട്ടുകാർ അവിടെ നിന്നും പോയതൊക്കെ നോക്കി പൈസയ്ക്ക് വേണ്ടി ആ വീട്ടിലെ ഓരോ മുറികളിലായി പരിശോധനയെല്ലാം നടത്തുന്നു. അങ്ങനെ ഒരു ഷെൽഫ് തുറന്നതും അവൾക്ക് ഒരുപാടധികം വിലപിടിപ്പുള്ള ഓർണമെന്റ്സും പൈസയും എല്ലാം കിട്ടിയതും അവൾക്ക് ഇതിൽ വളരെ സന്തോഷമെല്ലാം തോന്നുന്നു. എന്നാൽ കൃത്യസമയം അതിന്റെ ഓണേഴ്സ് എല്ലാം അവിടേക്ക് തിരിച്ചു വന്നതും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ പെട്ടുപോയ റൂബാവട്ടെ മറ്റൊന്നും നോക്കാതെ ഫ്രണ്ട് ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. എന്നാൽ ഇത് നോട്ടീസ് ചെയ്ത ആ വീടിന്റെ ഓണേഴ്സ് ആവട്ടെ വേഗം തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തതും പോലീസ് വേഗം തന്നെ ഈ മോഷണം നടത്തിയ പ്രതിയെ പിടിക്കാൻ വേണ്ടി നമ്മുടെ റൂബിനെ ഫോളോ ചെയ്തു വരുന്നു. റൂബ് കുറെ നേരം ഓടിയ ശേഷം പോലീസിന്റെ എല്ലാം കണ്ണു വെട്ടിക്കാനായി അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പത്തൊട്ടിയിൽ കയറി ഒളിച്ചിരിക്കുന്നു. പോലീസുകാർ അവരുടെ തെരച്ചിലെല്ലാം കഴിഞ്ഞു പോയതും റൂബ് തന്റെ കയ്യിലുള്ള പൈസയുമായി നേരെ ആ മയക്കുമരുന്ന് വിൽക്കുന്ന ലേഡിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ ആ ലേഡിക്ക് താൻ അടിച്ചു മാറ്റിയിട്ടുള്ള ഓർണമെന്റ്സും പൈസയും എല്ലാം കൊടുത്ത ശേഷം അവരുടെ അടുത്ത് തനിക്ക് കുറച്ചുകൂടി മയക്കുമരുന്നെല്ലാം തരാൻ വേണ്ടി പറയുന്നു. എന്നാൽ ആ ലേഡി തനിക്ക് മൊത്തം ക്യാഷ് ആയിട്ട് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചതും റൂം അവന്റെ അടുത്ത് കെഞ്ചിക്കൊണ്ട് തനിക്ക് കുറച്ച് മരുന്ന് തരാൻ വേണ്ടി പറയുന്നു. റൂമിന്റെ ഈ ആവശ്യതയെല്ലാം കണ്ടതും ആ ലേഡിയും അവൾ ചോദിച്ച പ്രകാരം മരുന്നെല്ലാം എടുത്തു കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് അവർ കൊടുത്ത മരുന്നെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുന്ന റൂബിനെയാണ് കാണിക്കുന്നത്. ഈ സമയം അവളുടെ സ്വപ്നത്തിൽ അവൾ തന്റെ അച്ഛന്റെ കൂടെ അവളുടെ അനിയത്തിയായിട്ടുള്ള ജിയെ ആദ്യമായി കാണുന്നതെല്ലാം അവളുടെ മെമ്മറിയിലേക്ക് വരുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റതും റൂബിന്റെ മനസ്സിൽ താനിപ്പോഴും ആ ലേഡിക്ക് പൈസ സെറ്റിൽ ചെയ്യാത്തതിന്റെ പേടിയെല്ലാം ഉള്ളത് കൊണ്ട് ഇനി താൻ അവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്നോർത്തുകൊണ്ട് അവിടെ നിന്നും നേരെ തന്റെ സ്വന്തം വീട്ടിലേക്ക് വരുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.